എല്ലാവർക്കും യാത്രകൾ ഇഷ്ടമായിരിക്കുമല്ലോ. നമുക്കിന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹംപിയിലേക്കുള്ള ഒരു പാക്കേജ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് നോക്കാം. കർണാടകയുടെ ടൂറിസം വകുപ്പിന് കീഴിലുള്ള KSTDCയിൽ ഒരുപാട് പാക്കേജുകൾ ലഭ്യമാണ്. അതിൽ നമുക്ക് ഹംപിയിലേക്കുള്ള പാക്കേജ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് നോക്കാം. പാക്കേജ് ബുക്ക് ചെയ്യാൻ വേണ്ടി ഗൂഗിളിൽ KSTDC ഹംപി പാക്കേജ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന KSTDCയുടെ സൈറ്റിൽ നോർത്ത് കർണാടക ടൂർ ഹംപി ആൻഡ് ബദാമി എന്നുള്ള സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് കുറേയധികം ടാബ്സ് കാണാൻ സാധിക്കും. അതിൽ ഡീറ്റെയിൽസിൽ നമുക്ക് ടൂറിൻ്റെ എല്ലാ ഡീറ്റെയിൽസ്, ട്രാൻസ്പോർട്ടേഷൻ, ഹോട്ടൽ, ഇതൊക്കെ പ്ലേസാണ് കവർ ചെയ്യുന്ന, ഹൈലൈറ്റ്, ഡ്യൂറേഷൻ 4 രാത്രിയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ, നമ്മുടെ ഡിപ്പാച്ചർ ലൊക്കേഷൻ, ടൈം, ഫോൺ നമ്പർ എല്ലാം കാണാൻ സാധിക്കും. വീണ്ടും നമ്മൾ ഐറ്റിനറി എടുക്കുകയാണെങ്കിൽ ഓരോ ദിവസവും എവിടേക്കാണ് ട്രാവൽ ചെയ്യുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും. Day 1 തൊട്ട് Day 5 വരെ തിരിച്ചെത്തുന്ന വരെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ പേജ് എടുത്താൽ കാണാൻ സാധിക്കും. അതിലെ റൂട്ട് എന്ന ടാബ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാപ്പിൽ ബാംഗ്ലൂർ തൊട്ട് പോകുന്ന സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം മാപ്പിൽ കാണാൻ സാധിക്കും. ഈ പാക്കേജിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയാൻ വേണ്ടി നമ്മൾ താരിഫ് എന്ന ടാബ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സിംഗിൾ ഒക്യുപ്പൻസി അല്ലെങ്കിൽ ഒരാളാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ 8237 രൂപയും 2 പേരാണെങ്കിൽ 6037 രൂപയും ആണ്. ഇനി 3 പേർക്കുള്ളതാണെങ്കിൽ അത് 5707 രൂപയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ബുക്ക് ചെയ്യുമ്പോൾ ഈ ഡബിൾ ഒക്യുപ്പൻസി അല്ലെങ്കിൽ ട്രിപ്പിൾ ഒക്യുപ്പൻസി, അതായത് 2 പേര് അല്ലെങ്കിൽ 3 പേര് ഒരേ ഹോട്ടൽ റൂം ഷെയർ ചെയ്യുന്നതാണ് ഡബിൾ ഒക്യുപ്പൻസി അല്ലെങ്കിൽ ട്രിപ്പിൾ ഒക്യുപ്പൻസി. അതുകൊണ്ടാണ് അതിന് റേറ്റ് കുറവ് സിംഗിളിനേക്കാളും. ബുക്ക് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കുമല്ലോ. ഈ ഫോട്ടോസ് എന്ന ടാബ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലങ്ങളുടെ ഫോട്ടോകൾ കാണാൻ സാധിക്കും. ബുക്ക് നൗ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ വേറൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. നമുക്കിവിടെ ബുക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ അക്കോമഡേഷൻ സെലക്ട് ചെയ്യുക. അതിൽ അക്കോമഡേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സിംഗിൾ, ടിൻ, ട്രിപ്പിൾ എന്നുള്ളതാണുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ ആണെങ്കിൽ ഒരാൾ ഒരു റൂം ഷെയർ ചെയ്യുക, ട്വിൻ ആണെങ്കിൽ 2 പേര് ഒരു റൂം ഷെയർ ചെയ്യുക, ട്രിപ്പിൾ ആണെങ്കിൽ 3 പേര് ഒരു റൂം ഷെയർ ചെയ്യുക. അങ്ങനെയാണ് വരുന്നത്. ഞാനിപ്പോൾ ടിന്നാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് താഴെയുള്ള ഓപ്ഷനിൽ എത്ര പേരാണ് പോകുന്നത്. ഞാനിപ്പോൾ ടിന്ന് അക്കോമഡേഷൻ സെലക്ട് ചെയ്തുകൊണ്ടാണ് 2, 4, 6 എന്ന് വന്നത്. സിംഗിളാണെങ്കിൽ അത് 1, 2, 3, 4 എന്ന് വരും. അതായത് എത്ര പേരാണ് പോകുന്നത്, കൂടാതെ ആ റൂം എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതാണ് അക്കോമഡേഷൻ. അത് ഷെയർ ചെയ്താണോ സിംഗിളാണോ വേണ്ടതെന്ന്. പിന്നെ നമുക്ക് താഴേക്ക് വരുമ്പം ഏപ്രിലെ ഒരു കലണ്ടർ കാണാം. അതിൽ ബ്ലാക്ക് കളറിലുള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്. 11/26 ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷേ ഏപ്രിലെ ഡേറ്റൊക്കെ ഓൾറെഡി ബുക്ക്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ മെയ് സെലക്ട് ചെയ്യുവാണ്. മെയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം 9, 23, 30 ഈ ഡേറ്റുകളാണുള്ളത്. അതിൽ ഞാൻ 30 സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് വലതുവശത്തായിട്ട് ബുക്ക് നൗ എന്നുള്ള ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മളുടെ ഇമെയിൽ ID അവർ ചോദിക്കും. ഇമെയിൽ ID കൊടുക്കുക. ഇമെയിൽ ID കൊടുത്തതിന് ശേഷം താഴെയുള്ള നമ്പർ അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ നമുക്ക് ബസ്സിലെ സീറ്റിൻ്റെ ലേഔട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ റെഡ് കളർ ഉള്ളത് ഓൾറെഡി ബുക്ക് ചെയ്തതാണ്. നമുക്കിതിലിപ്പം എല്ലാം അവൈലബിളാണ്. പച്ച കളറാണ് എല്ലാം കാണിക്കുന്നത്. ഞാനിപ്പം 2 പേർക്ക് വേണ്ടിയാണ് സെലക്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട 2 സീറ്റ് സെലക്ട് ചെയ്യുക. 17ഉം 18ഉമാണ് ഞാൻ സെലക്ട് ചെയ്തത്. നിങ്ങളിപ്പം 3 പേരാണ് സെലക്ട് ചെയ്തതെങ്കിൽ 3 പേർക്ക് ഉള്ള സീറ്റ് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളവിടെ പാസഞ്ചർ നെയിം, ഏജ്, സെക്സ്, അത് മെയില് ഫീമെയിൽ എന്നുള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് എത്ര പേരാണ് യാത്ര ചെയ്യുന്നത് അവരുടെ എല്ലാവരുടെയും ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതാണ്. യാത്രക്കാരുടെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ പോളിസീസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കൺഫേം
ബുക്കിംഗ് ആൻഡ് പേ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അടുത്തതായി പേയ്മെൻറ്റ് ചെയ്യാനുള്ള പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. നമുക്കതിൽ 15 മിനിറ്റിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം. അതിൽ ടോട്ടൽ എമൗണ്ട് 2 പേരുടെ അതിൽ കാണാൻ സാധിക്കും, ഇൻക്ലൂഡിങ് GST ആണ്. പിന്നെ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, വാളറ്റ്, UPI അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഞാനിപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് ഡീറ്റെയിൽസ് മെയിൽ ID വരുന്നതായിരിക്കും. ഈ പാക്കേജിൻ്റെ പിക്കപ്പും ഡ്രോപ്പും യശ്വന്ത്പൂർ ബസ് സ്റ്റാൻഡിലുള്ള KSTDC ഓഫീസിലാണ്. അവിടെ എത്തിച്ചേർന്നാൽ മതിയാവും. എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ ഉണ്ടെങ്കിൽ ആദ്യം കാണിച്ച പേജിലെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വേറെ ഹംപി പാക്കേജുകളുണ്ട്, പക്ഷേ ഞാൻ കണ്ടതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളത് ഈ KSTDCയുടെ പാക്കേജാണ്. ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പാക്കേജുകളോ കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യുന്ന വേറെ പാക്കേജുകളോ നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ ഹംപി യാത്രയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ യാത്രാ സംബന്ധമായ പാക്കേജുകളോ വിവരങ്ങളോ അറിയാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ പാക്കേജിൽ ട്രാൻസ്പോർട്ടേഷൻ്റെയും റൂമിൻ്റെയും ചിലവുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഫുഡ്, എൻട്രി ഫീസൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണം. പിക്കപ്പ് ലൊക്കേഷൻ്റെയും ബുക്ക് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്.